2024 ഒരു നേർരേഖ പോലെ അങ്ങ് മുന്നോട്ട് പോയിട്ടോ. ഇറക്കങ്ങളും കയറ്റങ്ങളും ഉണ്ടായില്ല, സന്തോഷങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായില്ല. എങ്കിലും ലാസ്റ്റ് ഡേ അല്ലേ, ഇന്നൊന്ന് കുളിച്ചൊരുങ്ങിയിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും നമ്മുടെ 2025ൻ്റെ ലാസ്റ്റ് ഡേയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കൂലേ, അങ്ങനെയാവണം ഇങ്ങനെയാവണം, അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടലുകളും പാടാത്തതുകളുമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷമാണ് എനിക്ക് 2025 മുന്നോട്ട് വരാൻ പോകുന്നത്. ഒരുപാട് റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം പകുതിക്ക് വെച്ച് നടക്കാറും ചിലത് മുഴുവനായിട്ട് നടക്കാറും ചിലതൊന്നും നടക്കാറും ഉണ്ടാവില്ല. പക്ഷേ ഇക്കൊല്ലം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ആ ഒഴുക്കിനനുസരിച്ച് നല്ല സന്തോഷിച്ച് ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു. കാലത്ത് എണീറ്റ് പൂജാ റൂമിൽ കയറി നമ്മുടെ വിളക്കൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി വിളക്ക് വയ്ക്കാം. എന്തായാലും ഇനിയിപ്പോൾ ഈ വർഷം വിളക്ക് വയ്ക്കൽ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് വെള്ളപ്പൂക്കളൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കിണ്ടിയിലെ വെള്ളമൊക്കെ നിറച്ച് ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ 2024 വിട പറഞ്ഞ് 2025 വരവേൽക്കാൻ പോണത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. നമ്മുടെ തുളസിത്തറയിൽ വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഒരു 7 മണിയായപ്പോഴേക്കും വിളക്കൊക്കെ വെച്ച് കുളിച്ച്, എന്താ പറയുക, നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു അഗ്രഹാരത്തിൻ്റെ പ്രതീതി ഉണ്ടല്ലോ, അതെൻ്റെ മനസ്സിലും ഉണ്ടാക്കി വീട്ടിലും ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് തുടങ്ങിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ നെല്ലിക്കയും ഒക്കെ നന്നായി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഐസ് ക്യൂബ്സ് പോലെ ആക്കി വെച്ചിരുന്നു. അപ്പോൾ അതാണ് കാലത്ത് കുടിക്കുന്നത് കേട്ടോ. നല്ല മാറ്റമുണ്ട്, നമുക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കാലത്ത് വെറും വയറ്റിലൊരു കുടിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വേതും വെള്ളമൊക്കെ തിളപ്പിച്ച് ഇന്ന് പണിക്കാരുണ്ട് നമുക്ക്. പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് ചേട്ടന്മാരും അതുപോലെ തന്നെ ചേച്ചിമാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പയറും കായും ഉപ്പേരി വയ്ക്കുകയാണ് കേട്ടോ. പയറും കായും നമ്മുടെ ഇവിടുത്തെ ട്രഡീഷണൽ ഐറ്റമാണ്. ഒന്നുമില്ലെങ്കിലും ഇത് ഫ്രിഡ്ജിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മളിങ്ങനെ വീട്ടിൽ കായൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും. മൂക്കാത്ത കായ ഇട്ടിട്ട് പയർ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാന്ന് പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂക്കാത്ത കായ ഇട്ടിട്ട് നമ്മുടെ പയർ ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പയറൊന്ന് അരിഞ്ഞെടുക്കാം. പണ്ട് നമ്മൾ തലൂര് ചേട്ടന്മാർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ആഴ്ചയിലത്തെ 2 ദിവസവും ഈ ഒരു ഉപ്പേരിയുമ്പോഴാണ് കഴിഞ്ഞു പോകാറുള്ളത്. എനിക്ക് ഭയങ്കര എളുപ്പമാണ്. പയർ കൂട്ടിപ്പിടിച്ച് ഒരു അരി കൊടുക്കുക, 2-3 കായ എടുത്തിട്ട് അതുപോലെ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുക, അതൊന്ന് വേവിക്കുക, ഒന്ന് കുത്തി കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ കാലത്തെ കഞ്ഞിക്കുള്ള ഉപ്പേരിയും റെഡിയാവും. മാത്രമല്ല പിന്നെ എന്തെങ്കിലും ചമ്മന്തിയോ മുട്ട പൊരിച്ചതോ ഇനിയിപ്പോൾ ഇത്തിരി അച്ചാറ് മാത്രമായാൽ കൂടി അതങ്ങോട്ട് കുശാലായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉപ്പിട്ടിട്ട് ഞാൻ ജസ്റ്റ് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. നേരെ ഉണ്ടായില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്, കുറച്ച് സമയം ഇതിൻ്റെ പിന്നാലെ ആംഗിളുകൾ മാറ്റി മറിച്ചും വെച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയൊന്നും ഇടണ്ടാട്ടാ, അയ്യോ, ഉള്ളിയും ഇവിടെ വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതും പിന്നെ വേപ്പിൻ്റെ ഇലയും പിന്നെ നമുക്ക് പച്ചമുളക്, നമ്മൾ നാടൻ പച്ചമുളക് വിട്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകിൻ്റെ കൃഷി അവസാനിച്ചിരിക്കുന്ന കേസ്. ഇപ്പോൾ ഒറ്റ പച്ചമുളക് മുഴുവൻ പച്ചമുളക് ഉണ്ടാവില്ല. ഇപ്പോൾ പൂക്കളുടെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. നല്ല ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. കായ് പിടിക്കാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ ഞാൻ ചാണകമൊക്കെ ഒഴിച്ചു കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടായിട്ട് വേണം വീണ്ടും നമ്മുടെ നാടൻ പച്ചമുളകുമ്മയ്ക്ക് ചേക്കേറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഇടിച്ച മുളക് പൊടിയും അതുപോലെ തന്നെ നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ള നമ്മുടെ മുളക് പൊടിയും ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ള കായും പയറും വെള്ളം കളഞ്ഞ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കറിയല്ല ഉപ്പേരി റെഡിയായി. നമ്മൾ ഉപ്പേരി എന്നാട്ടോ പറയാം. ഉപ്പേരി റെഡിയായി. പിന്നെ എന്തെങ്കിലും ഒരു ചാറ് കറിയായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ ഇന്നലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കടയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ മീൻ മേടിക്കും. നമ്മുടെ ഇവിടെ മീൻ ഇബ്രാഹിം കുട്ടിക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കൊണ്ടുവരുന്ന സമയങ്ങളിൽ വൈകുന്നേരം ആയിരിക്കും കടയിൽ നിന്ന് വരിക. അപ്പോൾ നമ്മൾ അയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവർ നന്നാക്കിയിട്ടാണ് തരിക. അതങ്ങോട്ട് വറക്കുകയും ചെയ്യും, കൂട്ടാനും വെക്കും. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആ പുളിയും മുളകും ഒക്കെ പിടിച്ച് അയിലയും ചാളയൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ പിന്നെ ആർക്കും നാളികേരം അലർജി ആയ കാരണം കൊണ്ട് ഇത് എളുപ്പപ്പണിയാണ് എനിക്ക്. ഇത് പിന്നെ പുളിമുളക് ഇട്ട് വറ്റിച്ചെടുക്കുക വേണ്ടു. അടിപൊളി ടേസ്റ്റുമാണ്, വലിയ പണിയുമില്ല. അങ്ങനെ ചേട്ടന്മാർക്കുള്ള കഞ്ഞി സെറ്റായിട്ടുണ്ട്, മീൻകറി സെറ്റായിട്ടുണ്ട്, ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ 2-3 ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഉണക്ക ചപ്പാത്തി ആയിരിക്കുന്നു. ഉപ്പേരി വർഷം കഴിഞ്ഞു. അങ്ങനെ 2025 നമുക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഭയങ്കര മടി പിടിച്ച വർഷങ്ങളായിരുന്നു.
ഒരു പണി കൂടിയ വർഷമാണ്. ഒരു 6 മാസത്തിന് ശേഷം, 6 മാസം മുമ്പുണ്ട്. പ്രാവശ്യം സാധാരണയേക്കാൾ കൂടുതൽ കൃഷിയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല, അതിൻ്റെയൊക്കെ ഒരു തിരക്ക്. 2025 സൂപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ 2024 അവസാന ദിവസത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂവൻവാഴകൾ കുറച്ചു. രാവിലെ തന്നെ രമേശേട്ടൻ വിളിച്ചെടുത്തിട്ട് പറയാം, നീ വാഴ കുറച്ച് കണ്ടില്ലേ, 10-75 വാഴ കുറച്ചു. ഞാൻ പോയിട്ട് 10-15 ദിവസമായി ആ തോട്ടത്തിൽ, പൂവൻവാഴയുടെ തോട്ടത്തിൽ തെങ്ങും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പോയി കണ്ടു, സന്തോഷമായി. 9 പടല 10 പടലൊക്കെയാണ് വാഴ കുറച്ചിട്ടുള്ളത്. നല്ല പോലെയാണ്. പരീക്ഷകളും മത്സരങ്ങളും പോലെയുള്ള ചില മേഖലകളിൽ കൂട്ടായി നടക്കുന്നു. എന്നാൽ വ്യക്തിപരമായി ഓരോ ആളുകളും വ്യത്യസ്തമായി അനുഭവിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല ചേട്ടന്മാർക്ക്. മീൻ കൂട്ടാനുണ്ടല്ലോ, ഉപ്പേരി ഉണ്ട്, എന്തെങ്കിലും ചെമ്മീൻ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതായിട്ടുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ കഴിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുക്കളയിൽ അധികം നേരം നിന്ന് ഗഡുബിഡ് ചെയ്യണ്ട, വൈകുന്നേരം ന്യൂ ഇയർ ഒന്ന് ആഘോഷിച്ചാലോ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഭാഗ്യൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പരിപാടികൾ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണമല്ലോ. വീട്ടിൽ 4 ആൾ വരുന്ന ദിവസം നമ്മൾ ഇത്തിരി കെയർ കൂടുതൽ കൊടുക്കൂല്ലേ. കാരണം ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഴുക്കുണ്ടോ ഇവിടെ അഴുക്കുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും അല്ല, നല്ല കാര്യമാണ് കേട്ടോ. അത് നല്ല രീതിയിൽ വൃത്തിയും വെടുപ്പുള്ളവരാണല്ലോ അതിനൊക്കെ ചകഞ്ഞ് കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എവിടെയും ഒരു പൊട്ടും പൊടിയും അഴുക്കും വേണ്ടാന്ന്. അപ്പോൾ നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിടാം. അടുക്കളയിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, ശ്രീ എന്ത് സൊല്യൂഷനാണ് യൂസ് ചെയ്യണതെന്ന്. ഈ പെപ്പർമിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് സൊല്യൂഷൻ മേടിക്കാൻ കിട്ടും. അത് 2-3 ഡ്രോപ്സ് വിനാഗിരിയും അതുപോലെ തന്നെ നമ്മൾ എന്തായിട്ടുള്ള ലൈസോളോ അല്ലെങ്കിൽ ഏതാണോ ഫ്ലോർ ക്ലീനറായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് 3ഉം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തെളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉറുമ്പ്, പാറ്റ, പല്ലി ഈ വക സംഭവങ്ങളുടെയൊക്കെ ശല്യങ്ങൾ കുറയും, നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യും. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമ്മുടെ പയറും കായും അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ കൂട്ടാനും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ചാറൊക്കെ കൂട്ടി, കടുമാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഇതാ അങ്ങനെ നിന്ന് ചോർന്നാണ്. ഇനിയിപ്പോൾ 2025 ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കാലത്തോട്ട് കറണ്ടില്ല കേട്ടോ. എന്താണ്ടായെന്നൊന്നും അറിയില്ല, കറണ്ടും ഇല്ല, വെള്ളമുണ്ട് ഭാഗ്യത്തിന്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ന്യൂ ഇയർ ഫംഗ്ഷൻ ഉണ്ടെന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭാഗ്യം അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ആയിട്ട് കടയിൽ നിന്ന് വരുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് നമുക്കിവിടെ ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ്റെ. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കണ്ടേ, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് വിചാരിക്കാം. ഞാൻ പുതിയ 2 ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചതാട്ടാ, ഒരെണ്ണമല്ലോ ഒരെണ്ണം. അപ്പോൾ നമുക്ക് ആ ഒരു അടിച്ചു വാരൽ പരിപാടി ഇവിടെ വൃത്തിയായില്ലേ, കിച്ചൺ അടിപൊളിയായി. എൻ്റെ പുതിയ ഡയറി ഒന്ന് നോക്കിയേ, യു ആർ ഹാപ്പി പാക്കേജ്. പക്ഷെ ഇത് തുറക്കാനായിട്ട് നിങ്ങളെ കാണിച്ച് തുറക്കണം എന്നാണ് വിചാരിക്കുന്നത്. നോട്ടെ, സമയം ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പതുക്കെ പോയിട്ട് ബെഡ്ഷീറ്റ് മാറ്റിയാലോ. അടുക്കളയൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വന്നപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും കൊണ്ട് സമർപ്പിക്കുന്ന സ്ഥലം നമ്മുടെ ഡൈനിങ് ടേബിൾ ആയ കാരണം കൊണ്ട് അതൊന്ന് നീക്കിയിടലും മാറ്റിയിടലും അവിടെ ഒന്ന് വൃത്തിയാക്കലും വലിയ പരിപാടിയാണ് കേട്ടോ. ഇപ്പുറത്ത് കിടക്കുന്ന ആ വലിയ ബെഞ്ചും ഈ ഡൈനിങ് ടേബിളും ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൊന്ന കൊണ്ടാണ്. നമ്മുടെ ഇവിടെ ശീമക്കൊന്ന എന്ന് പറയും. ശീമക്കൊന്നയൊക്കെ നമ്മൾ കുത്തു കൊടുക്കുന്ന കുഞ്ഞേ മരമാണ്. പക്ഷെ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റുള്ള കാതിലുള്ള ഗ്രെയിൻസ് ഒക്കെ ധാരാളമുള്ള മരമായിട്ട് മാറും. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടു. ഇനി നമുക്ക് പുതിയൊരു ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ എഡിറ്റിംഗ് റൂമിലത്തെ ബെഡിൽ വിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വെൽവെറ്റിൻ്റെ ബെഡ്ഷീറ്റുകളില്ലേ അത്. ഈ മീഷോയിൽ 700 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-3 സൈസ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 സൈസ് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വെൽവെറ്റിൻ്റെ ഐറ്റംസ്. ഇങ്ങനെ സ്മൂത്തായിട്ട് ഇത് ഇടുമ്പോൾ ഭയങ്കര ചൂടാണ്. പിന്നെ ചൂടുള്ളവർക്കാണ് കേട്ടോ, ചൂട് ഇഷ്ടപ്പെടുന്ന ശ്രീകുട്ടൻ്റെ കുണ്ടിക്ക് റെഡി കൊടുക്കട്ടെ. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ചൂട് ഇഷ്ടപ്പെടുന്നവർക്കാണ് വെൽവെറ്റിൻ്റെ ഒക്കെ കിടക്കുമ്പോൾ ഇഷ്ടപ്പെടുള്ളൂ. ഞാൻ ഈ ഫാനും എ സിയും ഒന്നും ഉപയോഗിക്കാണ്ട് പുതച്ച് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ ചൂട് എത്രമാത്രം സഹിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന്. അപ്പോൾ അവർക്ക് ഈ ഇതുപോലത്തെയുള്ള നമ്മുടെ ഈ ബെഡ്ഷീറ്റുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല ക്ലാസി ലുക്കാണ്, ഒരു സോഫ്റ്റ് ആണ്, തൊടുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ട അവിടെ കിടന്ന് ഉറങ്ങി. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമുകൾ ഓരോന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്.
മാതൃഭാഷ എഴുതാനും വായിക്കാനും നമ്മുടെ ശ്രീകുട്ടൻ അത്യാവശ്യം നന്നായിട്ട് ബാക്കിലേക്കാണ്. കാര്യം നല്ല മാർക്കൊക്കെ കിട്ടും അതിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിലും അക്ഷരതെറ്റുകൾ, ഈ അക്ഷര പിശാശുകൾ ധാരാളം വരും. അപ്പോൾ അക്ഷര പിശകുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കട്ടട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഒരു ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഗൃഹാല എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്, അതിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പ്ലാനറും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി പാക്കിങ്ങും ഇതുപോലെ കുറച്ച് സെൽഫ് ഹാൻഡ് റിട്ടേൺഡ് ആയിട്ടുള്ള കുറച്ച് നോട്ടുകളൊക്കെ വെച്ചിട്ട് അടിപൊളി പാക്കിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് തുറക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല നമുക്കും ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു ജേർണലാണ്, റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അത് മലയാളത്തിലാവുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബുക്കുകളൊന്നും വായിക്കണ ആളല്ല കേട്ടോ. വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും എനിക്ക് തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ലോകം ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് മലയാള ഭാഷകൾ കൊണ്ടുള്ള കഥകൾ കൊണ്ടാണ്. അപ്പം ഞാൻ കൂടുതലും മലയാളമാണ് വായിക്കുന്നതും കേൾക്കുന്നതും. അപ്പം എനിക്ക് മലയാള ബുക്ക് കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ശ്രീകുട്ടന് ഞാൻ ഗൃഹകാലയിൽ നിന്ന് ബുക്കുകൾ മേടിക്കാറുണ്ട്, ചുവടൊക്കെ മേടിക്കാറുണ്ട്. ജേർണലിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഡയറി എഴുതാനൊക്കെ വേണ്ടിയിട്ട് ആരായിരുന്നു മലയാളത്തിലുള്ള ബുക്കുകൾ നമുക്ക് മേടിക്കാൻ കിട്ടി. അത് കാരണം കൊണ്ട് ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ആരെ കട്ടട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വേഷനാണ്. അപ്പം ഞാൻ ശ്രീകുട്ടനെ പറഞ്ഞ് മേടിച്ചതാണ് കൂടാരം. സത്യം പറഞ്ഞാൽ എനിക്ക് എഴുതാൻ മോഹിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പം അവനെ എഴുതി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഞാനും മീ മൈസെൽഫ് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിൽ അതിനെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിച്ച് കിടണം. അക്ഷരത്തെറ്റുകൾ ഓർക്കാൻ പറ്റും നമുക്ക് മലയാളത്തിലൊക്കെ. അപ്പോൾ ഞാൻ അക്ഷരത്തെറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്ക് നമ്മളെ കൂടിയിരുന്ന് അവൻ പറയുന്ന ആൾ തന്നെ എഴുതണമെന്നാണ്, തന്നെ എഴുതട്ടെ, പക്ഷെ നമുക്ക് അക്ഷരത്തെറ്റുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. എന്തും എന്തിനും ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ, കളർഫുള്ളാണ്. നമുക്കിതിൽ എഴുതാൻ തോന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതാനും തോന്നും. നല്ല ബുക്കുകളിൽ നമുക്ക് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതാനല്ല തോന്നുക. സമ്പാദ്യങ്ങൾ ഇത് ഇവിടെ ടോട്ടൽ ഒരു മാസം എത്ര രൂപയായി എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ശീലം ഒന്നാമത്തെ നമ്മൾ 31 ദിവസവും നമ്മൾ അതിനെ ഫോളോ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ദിവസം ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്, ഹൗ ഡു യു ഫീൽ, ഇന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ എഴുതുമ്പോഴേ നമ്മളൊരു 8 മണിയാകുമ്പോഴല്ല ജേണൽ എഴുതുക. അപ്പം അന്നത്തെ ദിവസം ഭയങ്കര സങ്കടമായിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മളിവിടെ റെഡ് കൊടുക്കണം. പിന്നെ സങ്കടമായിരുന്നു, സന്തോഷം അങ്ങനെ ഇത്. ഇന്ന് എന്തൊക്കെ കഴിച്ചു, വാട്ട് ഡു യു ഈറ്റ്, വാട്ട് ഹാപ്പൻ ടുഡേ, ഇന്ന് എന്തൊക്കെ നടന്നു, ഇന്ന് പഠിച്ച പുതിയ കാര്യങ്ങൾ, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ. കുട്ടികളുടെ സ്വകാര്യം അല്ല, എൻ്റെ മോന് ഇതാർക്കും കൊടുക്കണ്ട, അമ്മയും മോന് മാത്രം അറിഞ്ഞാൽ മതി, അമ്മ അറിയാൻ പാടില്ലേ. അപ്പൊ നിനക്ക് എന്തൊക്കെയോ ഉണ്ടല്ലോ ശ്രീകുട്ടാ, അമ്മ അറിയാൻ പാടില്ലാത്തതായിട്ട്. എനിക്ക് കുറെ ജേർണീസ് ഒറ്റയ്ക്ക് തീർക്കണം. അയ്യോ വായിക്കല്ലേ, ഇത് വായിച്ചെന്നിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് അവർ എത്ര നല്ല ആളാണെന്ന് അറിയിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതുക കണ്ട. അത് പിന്നെ മുഴുവൻ ഇരുന്നിങ്ങനെ വായിച്ച് എവിടെയാണ് എന്താണെന്നൊക്കെ എഴുതണം. വേണ്ട, ഇഷ്ടപ്പെട്ടു, താങ്ക് യു പറഞ്ഞില്ലല്ലോ അമ്മോട്. ഇന്ന് തൊട്ട് എഴുതണം, നാളെ തൊട്ട് എഴുതണം കേട്ടാ. അക്ഷരത്തെറ്റ് വരുമ്പോ അക്ഷരത്തെറ്റ് വരും. അമ്മേരൊപ്പം നമുക്ക് അമ്മ അതിലെഴുതും, മോൻ ഇതിലെഴുതും. ഇത് കിട്ടാത്ത വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ചോദിച്ചെഴുതാം. വിത്തൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ബുക്ക് അത് അമ്മയുടെ ബുക്ക് കാണിച്ചത്. ഇന്നത്തെ ഭംഗിയിലെ ഇളയമ്മ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ട കപ്പ നന്നാക്കുന്നു ഗൈസ്. ഞങ്ങൾ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ പോവാ. ഞങ്ങളുടെ അടിച്ചുപൊളി വിഭവമാണ് ഞങ്ങളുടെ കപ്പയും ചിക്കൻ കറിയും. എങ്ങനെയുണ്ടായിരുന്നല്ലേ 2024? അങ്ങോട്ട് നോക്കി പറയും. അതെ, 2024 പോയത് അറിഞ്ഞേ ഇല്ല, ഒരു വർഷം കഴിഞ്ഞത്. എളാമയ്ക്ക് നല്ലതായിരുന്നു അല്ലേ, മോന്റെ കല്യാണം കഴിഞ്ഞു, മരുമകള് വന്നു, വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അങ്ങനെ കുറച്ചു നേരം ഞങ്ങള് നമ്മുടെ വീട്ടിലത്തെ പരിപാടികളൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇളയമോ എന്ന് പറഞ്ഞു, വാ മോളെ നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാന്ന്. അപ്പൊ ഭാഗ്യനോട് വിളിച്ചു പറഞ്ഞു, ഭാഗ്യ എന്നാ സെറ്റാണ്, ഭാഗ്യം കാലത്ത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു തീരുമാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് കപ്പയും മധുരച്ചേമ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മധുരക്കിഴങ്ങ് കേട്ടോ. ഇളയമ്മ അതൊക്കെ നന്നാക്കി തരികയാണ് നമ്മുടെ കാനന ഭംഗിയിൽ. ഇവിടെ ഭയങ്കര ശബ്ദം ഉണ്ടാവില്ലേ. ഒന്നാമത്തെ അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്, രണ്ടാമത്തെ നമ്മുടെ ടാങ്കിൽ വെള്ളം നിറക്കിയിട്ടുണ്ട്.
നീരാടി കുളിക്കാൻ വേണ്ടിട്ട് പിള്ളേർക്കൊക്കെ. അപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചേ ഇല്ല അല്ലമ്മ. കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഞങ്ങൾ ആഘോഷിക്കാൻ പറ്റിയ മൂഡിലല്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ടാണ് ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഇപ്രാവശ്യം നമ്മൾ കൂട്ടുകാരും ഒന്നുമില്ല, നമ്മുടെ ഈ കപ്പ പുഴുങ്ങിയത് പിന്നെ ക്യാമ്പ് ഫയറൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് ഭാഗ്യം. അച്ഛൻ വാഴന്നട കഴിഞ്ഞ് സ്റ്റീൽ ബോഡി കാണിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. എന്നാ ചേട്ടാ ഹായ് പറഞ്ഞാ ചേട്ടാ. ഇവരൊക്കെ വാഴ നനയ്ക്കുന്ന തിരക്കിലായിരുന്നു, ഇപ്പൊ വന്നുള്ള പണി കഴിഞ്ഞിട്ടാ. സവോള നന്നാക്കി കഴിഞ്ഞു, അച്ഛനെല്ലാം നന്നാക്കിയിട്ടില്ല. ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ രീതിയിൽ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാവുന്ന വെളിന്ന് വെള്ളം വന്നാൽ പിന്നെ അപ്പം നിർത്തി വെച്ചേ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഒരുപാട് വലിയ സർക്കിളുകളില്ല, ഫ്രണ്ട്സിൻ്റെ ആയാലും ബന്ധുക്കളെ ആയാലും വളരെ ചുരുങ്ങിയ ഒരു സർക്കിളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് ആൾക്കാർ ഇനി ഉണ്ടാവുള്ളൂ. അതിൽ 2-3 പേരൊക്കെ ഓരോരോ ആവശ്യങ്ങൾ വേറെ സ്ഥലത്ത് ആഘോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുങ്ങിയെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കപ്പയമ്മ ഒടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കപ്പയും ഇത്തിരി ചിക്കൻ കറിയും പിന്നെ മധുരം കഴിഞ്ഞ് പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം കുശാലായിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റിയാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ആർമാദിക്കുക, സന്തോഷിക്കുക, ചിരിക്കുക, കുറച്ച് നേരം കൂടിയിരുന്ന് വർത്താനം പറയുക, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. എന്നാലും നമ്മൾ ഈ കൂടിയിരിക്കുമ്പോൾ കുറിക്കാൻ എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കപ്പതേ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. 1 കലം കപ്പയുണ്ടായിരുന്നു, ഇതിലൊരു 1/2 കലം പോലും ചിലവായില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. പിന്നെ നമ്മൾ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ചോറ് വേണമെന്ന് പറയാൻ നേരത്തെ ആ നേരത്തെ ഞാൻ ചോറ് വെച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നാണക്കേടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചോറും വെച്ചു. അങ്ങനെ കപ്പ പുഴുങ്ങാൻ വെച്ചതും ചോറും ഒക്കെ ആയിട്ട് ആദ്യത്തെ വിഭവം നമ്മുടെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. ന്യൂ ഇയർ ഇപ്പൊ തട്ടിക്കൂട്ടിയൊരു പരിപാടിയാട്ടാ. ഇതുവരെ തീരുമാനം ഉണ്ടായില്ല. ഉച്ച തിരിഞ്ഞാണ് ഇങ്ങനെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് നമുക്കൊന്ന് കൂടാം നമ്മളൊരു തീരുമാനത്തിലെത്തി. അപ്പൊ നോക്കിയപ്പോ മോളില് മയില് നല്ല പണി വന്നിരിക്കുന്നുണ്ട്. മയിലാകെ വൃത്തിയേടാക്കിട്ട് ഏറ്റവും ടോപ്പിൽ പിക്കോക്ക് മയിൽ വീട്ടില് താമസിക്കുന്ന അവിടെയാണ് തോന്നുന്നുണ്ട്. 5-8 മയില്. അല്ല എല്ലാവർക്കും എനിക്ക് ഇഷ്ടാട്ടാ മയിലിനെ കാണുന്നത്. ആദ്യം ഇപ്പൊ 2 കൊല്ലമായോടെ മയിൽ വന്ന് തുടങ്ങിട്ടല്ലേ. കുറേശ്ശെ ആകെ 1-2 മയിലിനെ കാണുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിയായി തുടങ്ങി. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ബക്കറ്റും വെള്ളം മുകളിലത്തെ ഭാഗ്യന്റെ ആവശ്യമായ കാരണമാണ് ഭാഗ്യം പോണത്. കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരേ അപ്പൊ അതിന് വേണ്ടിട്ടുള്ളൊരു പരിപാടിക്ക് പോവാ. ബാച്ചിലർ പാർട്ടി ബാച്ചിലർ ലൈഫാണ് മയില് ഭയങ്കര പണി തന്നടാ. ഞാനപ്പോ ഇളയമ്മ ഇപ്പൊ പിള്ളേരെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാനപ്പോ നമ്മുടെ ചിക്കനിലേക്ക് വേണ്ട സംഭവങ്ങൾ ചിക്കൻ കിട്ടിയില്ലേട്ടാ. ചിക്കൻ കുറച്ചിങ്ങനെ അരിഞ്ഞിടാം, കുറച്ച് ചതച്ചിടാം. സവാള നമുക്ക് നമ്മുടെ പ്രീതിയെ കൊണ്ട് അരിഞ്ഞെടുപ്പിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കണം. ഇളമ നന്നായിട്ട് ചിക്കൻ വെക്കും. ഞാൻ ഇളമോട് വെച്ചേരാം മന്ദ ഇളമേരെ റെസിപ്പി. ഇളമ പറയും വേണ്ട 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 എന്റെ കൂടെ വെച്ചാൽ ഇളയമ്മ അച്ഛനും കട്ടയ്ക്ക് നിൽക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സംഭവങ്ങളൊക്കെ പെട്ടെന്ന് അരിഞ്ഞു തന്നു. അതുപോലെ തന്നെ സവോള അരിഞ്ഞു തന്നു. അതാണല്ലോ ഏറ്റവും പ്രകൃതി പിടിച്ച പണിയായിട്ട് വരിക. എല്ലാവരും കുടുംബം ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നതിലേ എനിക്ക് ഭയങ്കരമായിട്ട് യോജിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എല്ലാവരും കൂടുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേറൊരു വൈബാണ് വരിക. അത് ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഭയങ്കര മിങ്കിളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. നമുക്കിവിടെ വലിയ വലിയ സദ്യകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു കുട്ടി അടുപ്പുണ്ട്. അതിൽ ഞാൻ ഗ്യാസ് കൊണ്ട് കണക്ട് ചെയ്ത് നമ്മുടെ അടുക്കളയിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചിക്കൻ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാളയൊക്കെ അരിയണ്ടേ, ആ പരിപാടിയില്ല. ഭാഗ്യനാണെങ്കിൽ ക്യാമ്പ് ഫയർ തയ്യാറാക്കണ തിരക്കില്ല. ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടുത്തെ കാറ്റ്, ഇവിടുത്തെ മഴ, ഇവിടുത്തെ തണുപ്പ്, അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയാ ഇവിടുത്തെ കാലാവസ്ഥകൾ എക്സ്ട്രീമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അവിടെ തീരത്ര കാരണമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവര് ക്യാമ്പ് ഫയറിന് ഇടുന്ന എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ലൈറ്റ് വെച്ചിട്ടില്ല കേട്ടാ, അതിൻ്റെ ഒരു കുറവുണ്ടാവും.
ചിക്കൻ വെക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 5 ചിക്കൻ ഫുൾ വലിയ ചിക്കൻ 5 കിലോ 10-15 കിലോ ഉണ്ടാവും തോന്നുന്നു. ഞാൻ ചോദിച്ചില്ല എത്ര കിലോ ഉണ്ടാവുന്നത്. ഞാൻ കിലോ കണക്കിലൊന്നുമല്ല കറികൾ വെക്കാറുള്ളത്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിൽ ആദ്യം വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രീതിയേച്ചുള്ള കാരണം കൊണ്ട് സവോളയുടെ കാര്യം തിരിഞ്ഞു നോക്കുക വേണ്ട. ഞാൻ വിചാരിക്കാറുണ്ട് പണ്ട് സദ്യകൾക്കൊക്കെ എന്തോരം സവോള എന്നറിയാം അച്ഛനൊക്കെ ഇരുന്ന് കരഞ്ഞ് നന്നാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ആ പരിപാടി ഉണ്ടോ? നമ്മൾ 1 കിലോ സവോള നമ്മൾ അരിഞ്ഞെടുത്തത് വെറും ഒരു എന്താ പറയാ ഒരു 10-20 സെക്കൻഡ് കൊണ്ടാണ്. കാലം മാറിയ മാറ്റല്ലേ. ഇനിയിപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ഒരു കുറവ് വേണ്ട. നമ്മുടെ തണുപ്പുള്ള സമയമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഭാഗ്യം ദേ കുറേ ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ നമ്മുടെ വാഴയ്ക്കും അതുപോലെ തന്നെ കയ്പക്കായ്ക്കൊക്കെ പന്തലിടുന്ന വള്ളികളാണ് കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഗ്യന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരിക, അവർക്ക് കുറച്ച് സദ്യ ഉണ്ടാക്കുക, ഒരുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ഭയങ്കര കാറ്റ്, കുറേ വിറ്റുകളൊക്കെ പറയുന്നുണ്ട് ഭാഗ്യം ഇവിടെ നിന്നിട്ട് തമാശകളൊക്കെ. ആക്ച്വലി കാറ്റ് കാരണം കൊണ്ട് ഒന്നും കേൾക്കില്ലടാ നമുക്ക്. ഇങ്ങനെ കാറ്റിൻ്റെ ആ ഒരു എരമ്പൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ബാക്കി പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ഇതാ വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ അപ്പോഴേക്കും സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇളയമ്മ ഇപ്പോൾ വരും കേട്ടോ. ഇളയമ്മ പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ അപ്പോഴേക്കും കപ്പയൊക്കെ സെറ്റാക്കണതിൻ്റെയും അതുപോലെ തന്നെ ചിക്കനൊക്കെ കഴുകണതിൻ്റെ തിരക്കിലാണ് നമ്മുടെ രമേശ് ചേട്ടന് ബാക്കിയുള്ളവർ. രാത്രി പണി ഏൽപ്പിച്ചിട്ട് മുങ്ങിയില്ലേ ഏട്ടൻ? എളാമ മധുരക്കിഴങ്ങാണ് കേട്ടോ അടുത്ത നമ്മുടെ സ്പെഷ്യൽ. എളാമ നന്നാക്കി വെക്കുന്നത് മധുരക്കിഴങ്ങാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ഇതിന് ചിക്കൻ കറിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ചിക്കൻ കറിയുടെ ഒപ്പം ഒന്നും കഴിക്കില്ല. എനിക്കിതിങ്ങനെ വെറുതെ പുഴുങ്ങി തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അത് എളാമ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സാധനം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കത്തിക്കല്ലേ ചെയ്യാ. രമേശ് ചേട്ടൻ വന്ന് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി തന്നു. ഇതാ ഇത്ര ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞു എനിക്ക് എത്ര അളവുണ്ടെന്ന് അറിയില്ല. ഇതിന് വെട്ടി തന്നതൊക്കെ ന്യൂ ഇയർ ആയ കാരണം കൊണ്ടേ രമേശ് ചേട്ടൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ. ഇനി നമുക്കിതിനെ കറി വെക്കാം കേട്ടോ. അപ്പോഴേക്കും പിള്ളേർ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ നിൽക്കേണ്ട തിരക്കില്ല. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ പറയേ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയും. ഹാപ്പി ന്യൂ ഇയർ. പണിയെടുക്കുന്ന ഭാഗ്യനെ കാണാം. അതിനുള്ളിൽ അകപ്പെട്ടു പോയ അച്ഛൻ. അഞ്ചു മണിക്കാണ് തീരുമാനിച്ച ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കണം. നീ പറഞ്ഞ നമുക്ക് ന്യൂ ഇയർ ആഘോഷിച്ചാൽ ചേട്ടാ. അങ്ങനെയാണ് 10-20-25 ആള് ഉണ്ടാവുമെന്ന് വിചാരിക്കും. എല്ലാവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചുറ്റുവട്ടത്തും നമ്മുടെ കൂട്ടുകാരോടൊക്കെ. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കപ്പയും പിന്നെ എന്നിട്ട് നമ്മുടെ മധുരക്കിഴങ്ങും പുഴുങ്ങാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. മുകളിൽ പിള്ളേരെയും ബാഗിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ അടപ്പത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കാര്യം മറക്കും. അത് കാരണം ഓടി ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടാ. എന്നിട്ട് നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് വെക്കുന്നത്. ഇതിൻ്റെ റെസിപ്പികളും പൊടികളും ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ കിച്ചണിൽ ഇങ്ങനെ ക്യാമറ വെക്കാനായിട്ട് ഭയങ്കര സൗകര്യക്കുറവുണ്ടടാ. അതോടൊപ്പം തന്നെ മധുരക്കിഴങ്ങ് ഞാൻ അവിടെ താഴത്ത് നമ്മുടെ വലിയ അടുപ്പിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇളമ പറഞ്ഞു എന്നോട് അത് നമ്മൾ ഇഡ്ഡലി കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ്. പക്ഷെ അത്രയും വലിയ ഇഡ്ഡലി കുക്കർ നമുക്ക് ഇല്ലാത്ത കാരണം
ആയതുകൊണ്ട് ഞാൻ അത് കാരണം അടുപ്പിൽ തന്നെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. നമുക്കിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീടുകളിലും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് കൂടുക, ബന്ധങ്ങളുടെ ആ ഊഷ്മളത നിലനിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടുമ്പോൾ ഒരു ഇമ്പുണ്ടല്ലോ, അത് നമുക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇളയമ്മ അങ്ങോട്ട് ഏറ്റെടുത്തു കാര്യങ്ങൾ. ഇളയമ്മ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. ഞാൻ പൊടികളൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇളക്കൽ എനിക്ക് ഇത്രയും വലുത് ഇളക്കാൻ ഇത്തിരി പാടല്ലെന്ന് വെച്ചിട്ട് ഇളയമ്മ തന്നെയാണ് ഇളക്കി തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് സെറ്റാക്കി നമ്മുടെ സവോളയും കൂടി ഇട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി ചിക്കനിൽ വെച്ചിട്ട് പിന്നെ ഈ ചിക്കൻ ഇതിലേക്ക് തട്ടി ഒന്ന് അടച്ചു വെച്ച് കുറച്ചധികം നേരം വേവിച്ചെടുക്കണം. ഇളക്കാൻ പാടായ കാരണം കൊണ്ട് ഇളയമ്മ ഇടയ്ക്ക് സെറ്റായി തന്നെ ഏറ്റവും അവസാനം ആളെന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും മല്ലിയിലയും ഒക്കെ തൂവി അടിപൊളി സെറ്റാക്കിയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഗ്രേവിയോട് കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ വെള്ളയപ്പം ഭാഗ്യൻ കടയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളയപ്പം കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. ന്യൂ ഇയർ അല്ലേ, എല്ലാ കടകളിലും പതിവ് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് കുറച്ച് അധികം മല്ലിയില ഇളയമ്മ വെതറി നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛൻ മധുരക്കിഴങ്ങിലത്തെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. കപ്പയിലത്തെ വെള്ളമൊക്കെ രമേശേട്ടൻ മുന്നേ ഊറ്റിയായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന, അതായത് ബാക്കി കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഇളയമത ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചുമ്പോൾ നമുക്ക് ഇത്തിരി മധുരം വേണമെന്ന് തോന്നൂലേ, അപ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓപ്ഷനിലേക്ക് വെക്കുക. നമ്മൾ അടിപൊളി പൈനാപ്പിൾ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു, സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭംഗിയാക്കുന്ന ഭാഗ്യം കുക്കുംബർ അരിയുന്നതായിരുന്നു. പിന്നെ ഇതിൽ എന്നും കാണുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല കേട്ടോ. പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും വീടുകളിലും ഒക്കെ ആയിട്ട് അവർ പല പല ആഘോഷങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടും കുറച്ച് ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ അമ്മയും ചേച്ചിയും ഏട്ടനും കുഞ്ഞിനും ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ. പിന്നെ വളരെ പെട്ടെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വരണമെന്നില്ലല്ലോ. അത് കാരണം പ്ലാനിങ് ഒക്കെ ഒരാഴ്ച മുന്നേ ചെയ്ത് വെക്കുന്നതായിരിക്കണം നല്ലത്. അപ്പോൾ എല്ലാവർക്കും സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ആ നേരത്തെ നമ്മൾ പറഞ്ഞ് അവരെ വിളിച്ചൊക്കെ എത്തുമ്പോഴേക്കും പല അസൗകര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ക്യാമ്പ് ഫയർ തീ കൊളുത്താൻ പോവുകയാണ് മക്കളെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇരിക്കലെ 12 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പതുക്കെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമുക്ക് ആഘോഷങ്ങളിലേക്ക് കടക്കാമെന്ന്. ബാക്കി കുളിക്കാനായിട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ ഉരുക്കി വെച്ച സംഭവങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പാലപ്പല്ലായിരുന്നു, വെള്ളയപ്പമായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ വെള്ളയപ്പം പാലപ്പം രണ്ടാണ്. മധുരം ഇല്ലാത്തതാണ് വെള്ളയപ്പം. അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. പിന്നെ അധികം മേടിച്ചില്ല, ഇതന്നെ ബാക്കിയായിരുന്നു കേട്ടോ. എല്ലാതും ചേച്ചിമാരൊക്കെ ചിക്കൻ കറിയൊക്കെ കൊണ്ടുപോയിട്ടാണ് പിറ്റേ ദിവസത്തേക്ക് കഴിഞ്ഞത് തന്നെ. അപ്പോൾ നമ്മളിത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓവനിലൊന്ന് വെച്ച് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ വിളിച്ചിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും പിന്നെ നിങ്ങളിതിൽ എല്ലാവരും കാണൂല്ല. ചില ആൾക്കാർക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയൊരു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരുങ്ങി വന്നിട്ട് ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടമായാലോ എന്ന്. അപ്പോൾ അതേ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിന് നമുക്ക് 12 മണി ആവാറായിട്ടുണ്ട്. പടക്കം പൊട്ടിക്കാൻ പോയാലോ? റെഡി.
ഇതിന്റെ ഉള്ളിൽ പിന്നിലൊക്കെ നിങ്ങൾക്ക് ആർമാദങ്ങളും വിളികളും ഒക്കെ കേൾക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ഒളിയിടുന്നുണ്ടായിരുന്നു, കുറച്ച് എക്സൈറ്റ്മെന്റിലായിരുന്നു. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കേക്ക് മുറിക്കാൻ പോവാണ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സത്യം പറഞ്ഞ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത് കേട്ടോ. പടക്കം പൊട്ടിക്കലായിരുന്നു നമ്മുടെ അജണ്ടയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ച് സെറ്റാക്കി. അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇവിടെ പൂർത്തിയാവാണ്. ഇനി ഭക്ഷണം കൂടെ കഴിച്ചാൽ മതി. എന്റെ ചേച്ചിമാര് വന്നിട്ടുണ്ട്. ചേച്ചിമാരില്ല, തമ്മിലേച്ചി പോയി, സജനേച്ചി ഉണ്ട്. ഹൈ പറയടാ, ഹാപ്പി ന്യൂ ഇയർ പറയടാ. എങ്ങനെയുണ്ടായിരുന്നു 2024? അത് 10ാം ക്ലാസ് ആയ കാരണം ഉണ്ടാ. ചേച്ചിക്ക് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയാ? അതെ, അതെല്ലാവർക്കും തോന്നുന്നുണ്ട് പെട്ടെന്ന് അല്ലേ. അതന്നെ. എന്നാലും 2024 നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ വെച്ച് വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പോയി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചക്കര വന്നു പോയി. അതന്നെ, ചക്കര വന്നു പോയി ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. അതെല്ലേ. ചക്കരക്ക് ഹാപ്പി ന്യൂ ഇയർ പറയും. ചക്കരക്ക് ഹാപ്പി ന്യൂ ഇയർ. അച്ചുട്ടിയെ പറയ്, എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസം. ഞാൻ ചിക്കൻ കറിയുടെ കാര്യമല്ല ചോദിച്ച. 2024 അടിപൊളിയാണെന്ന്. 2025 എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ആർക്കെങ്കിലും? പറയാൻ പാടില്ല എന്നാണോ? നന്നായിണ്ടാ? ഞാൻ മാത്രമൊന്നല്ല ചേളമര കൈകളുണ്ടായിട്ടുള്ളില്ലേ. സൂപ്പറാ. മധുരം ചെയ്യുമ്പോ കൊള്ളിയും അല്ലതാ. സൂപ്പറാ മാമി. ഞങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഒടുവിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനിരുന്നത്. ഏറ്റവും ലാസ്റ്റ് ചേട്ടന്മാരിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു 2024? 2024 അടിപൊളിയായിരുന്നു. പിന്നെ 2024 അവസാനമായിപ്പോൾ എല്ലാവരും കൂടെ കൂടാൻ പറ്റിയത് അതിനേക്കാളും ഉപരി വലിയ സന്തോഷമുള്ളൊരു കാര്യമായി. 25 ഇതിലും ഭംഗിയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സുമേഷ് ചേട്ടാ 2024 വീട് വെച്ചു, അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? മനസ്സിൽ പോലും ചിന്തിക്കാണ്ട് വേറെ പണിയെന്നുള്ള ഇവരെപ്പോഴും പറയാനുണ്ട്. പലതിനും പിള്ളേർ വലുതായി. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ ഒരു ദേവി സഹായം എന്ന് പറയുന്നത് അതവരോട് വന്നു, കാര്യങ്ങൾ നടന്നു. അത് ഒരു 6 മാസം കൊണ്ട് പൂർത്തീകരിച്ചു, താമസാക്കി. 2024 അടിപൊളിയായിരുന്നു. സുബീഷ് പറഞ്ഞു. 2024 നമ്മൾ എൻജോയ് ചെയ്തു. 25ലേക്ക് നമ്മൾ കിടക്കുകയാണ്. 25 നമ്മൾ മനോഹരമായിട്ട് എൻജോയ് ചെയ്യും. ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ് സുബിയേട്ടൻ. ഫുൾ ടൈം എൻജോയ്മെന്റ്. 2024 ആയാലും കുഴപ്പമില്ല, 2023 കുഴപ്പമില്ല. ഇപ്പൊ 2025 ആയാലും 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കണം. അതെ, നമ്മൾ ആഘോഷിക്കുന്നു. പ്രജേഷേട്ട അടിച്ചു പൊളിച്ചു. തീർച്ചയായിട്ടും അല്ലാതെ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം നല്ല അടിപൊളി വർഷമായിരുന്നു. ഇനി വരുന്ന 2025 അതിലും അടിപൊളിയാവട്ടെ. അതെ, മാക്സിമം നമ്മൾ പരിശ്രമിക്കുന്നു. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. സന്യങ്ങള് വേറൊരു പാർട്ടിയിൽ നിന്ന് റീജോയിൻ ചെയ്തിരിക്കുകയാണ് ഞങ്ങളുമായി. പറ സന്യങ്ങളെ. ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾക്ക് ന്യൂ ഇയർ ആയാലും എന്തായി കഴിഞ്ഞാലും. അപ്പോൾ ഇന്നും ആൾക്ക് ന്യൂ ഇയർ ഒരുപാട് പാർട്ടികളുണ്ടായിരുന്നു. അതിലൊക്കെ പോയി ഇതേ അവസരമായി കൊണ്ടിരിക്കാനാണ് നമ്മുടെ മധുരക്കഴിഞ്ഞ് കഴിക്കാൻ. അവസരമായിട്ടൊന്നുമില്ല. പക്ഷേ 2-3 പാർട്ടികളൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് തല കാണിക്കണ്ടേ. അപ്പം അങ്ങനെ പോയി. ന്യൂ ഇയർ ആഘോഷം? ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഭാഗ്യന്റെ വീട്ടിലെ ന്യൂ ഇയർ ആണ് ഏറ്റവും സൂപ്പറായിരുന്നു. ഓർമ്മയുണ്ടാ
പണ്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷം ഇവിടെ നടത്തിയിട്ടുള്ളത് ആ റോട്ടില് ഈ വലിയൊരു കണ്ടത്തിൽ അങ്ങനത്തെ ന്യൂ ഇയർ ആഘോഷം ആ ജംഗ്ഷനിലായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ സന്ധ്യങ്ങളുടെ വെരി ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൂട്ടോ എല്ലാവരും. അപ്പൊ എല്ലാവരും പോവാണ്. എല്ലാവരും ചേട്ടന്മാരും മേളാന്മാരും ഒക്കെ തൊട്ടപ്പുറത്തെ വീടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരു കട്ടയിലുള്ള ആൾക്കാരായ കാരണം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീട്ടിലെത്തും. അങ്ങനെ എല്ലാവരും ചേട്ടന്മാരൊക്കെ പോയി ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങളുടെ 2024 എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിക്കാൻ മറന്നുപോയി. ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോ ഹാപ്പി ന്യൂ ഇയർ, അടിപൊളി വർഷമാവട്ടെ എന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. 2024 കളറാവട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ എന്താ ആശംസിക്കാനുള്ള ചേട്ടാ? നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വർഷമാവട്ടെ 2025 ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വർഷമാവട്ടെ 2025 ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ. ബൈ. കഴിഞ്ഞു പോന്നെ തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ അമ്മയും ചേച്ചൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അവരുടെ ഇപ്പൊ അതൊക്കെ ക്ലിയർ ആക്കിയാണ് അവര്. ചേച്ചീനും അമ്മേനെയും മേട്ടായിനെയും കുഞ്ഞനെയും ഒക്കെ നന്നായി മിസ് ചെയ്തു കൂട്ടാ. അപ്പൊ അവർക്കും കൂടി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ടാറ്റ.